SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി SDPI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയാണ് ED. പാലക്കാട് ഒറ്റപ്പാലത്ത് ഡൽഹി കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായി പരിശോധന നടത്തുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കോട്ടയത്ത് SDPI പ്രവർത്തകൻ നിഷാദ് നടക്കേമുറിയിലിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഇതേ രീതിയിൽ ഒരു റെയ്ഡ് നടന്നതാണ്. ഇപ്പോൾ വീണ്ടും സംസ്ഥാന വ്യാപക റെയ്ഡിലേക്ക് നീങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ റെയ്ഡ്? സ്മൃതി, ഇന്ന് രാവിലെ 7 മണി മുതലാണ് EDയുടെ ഈ റെയ്ഡ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചത്. പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണയിലുള്ള ഒരു പ്രവാസിയുടെ വീട്ടിലാണ് 7 മണിയോടുകൂടി ED ഉദ്യോഗസ്ഥരെത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഒരു പ്രവാസിയുടെ വീടാണ് എന്ന രീതിയിലുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. 7 മണിക്ക് ആരംഭിച്ചിട്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പാലക്കാട് മാത്രമല്ല, കോട്ടയത്തും സമാന രീതിയിൽ ഇപ്പോൾ SDPI പ്രവർത്തകന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഴൂരിൽ നിഷാദ് നടക്കേമുറിയിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. നിഷാദ് നേരത്തെ PFI ഡിവിഷണൽ സെക്രട്ടറിയാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഡൽഹിയിലെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും EDയുടെ യൂണിറ്റുകളാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഈ SDPIയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ നേരത്തെയും ഇത്തരത്തിലുള്ള റെയ്ഡും പരിശോധനയും നടന്നിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ED ഈ പരിശോധനകൾ നടത്തുന്നത്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന വീടുകളിലുള്ള ആളുകളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ED പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം പനമണയിലുള്ള ഒരു പ്രവാസിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുകയും ചെയ്തത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ചുള്ള പരിശോധനയാണ്. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ ആ മേഖലയിലുണ്ട്. ആരും തന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിലക്കും ഉണ്ട്. ഏതായാലും പരിശോധന ഇപ്പോഴും തുടരുന്നു. ഡൽഹി കോഴിക്കോട് EDയുടെ ഡൽഹി കോഴിക്കോട് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും ഈ പരിശോധന തുടരുന്നത്. സ്മൃതി, ശരി. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകുന്നത്. SDPI കേന്ദ്രങ്ങളിൽ വ്യാപകമായ റെയ്ഡ് സംസ്ഥാനത്ത് നടത്തുകയാണ്.